ഹിറ്റ്ലർ സിനിമയിലെ മമ്മൂട്ടിയുടെ 5 പെങ്ങന്മാരിൽ ഒരാളായ ഇളവരശി എവിടെ പോയി? നല്ല ഭംഗിയുള്ള നടിയായിരുന്നു. നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ചെന്നൈ നിവാസിയാണ്. ജയരാമൻ എന്നാണ് അച്ഛൻ്റെ പേര്. സുശീല എന്നാണ് അമ്മയുടെ പേര്. യഥാർത്ഥ പേര് മലയാളത്തിലും തമിഴിലും ഇളവരശി, തെലുങ്കിൽ കൽപ്പന, കന്നഡത്തിൽ മഞ്ജുള. ഗംഗ അമരൻ്റെ കൊക്രക്കോ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു സ്വപ്നം, ഗംഭീര സിനിമ അത്. ഒരു 16കാരിയുടെ വിഷമങ്ങളും ദുഃഖങ്ങളും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പടം അത്. നിങ്ങൾ എവിടെയുണ്ടെങ്കിലും കാണണം. പിന്നെയാണ് കൊച്ചിൻ അനീഫയുടെ വാത്സല്യം, കുടുംബചിത്രമാണ്. അതിൽ ശോഭ എന്ന അഹങ്കാരിയായ ഒരു കഥാപാത്രമാണ്. അത് ഗംഭീരമായിട്ട് അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചു. പിന്നെ സന്താനഗോപാലം, സന്ധ്യ എന്ന കഥാപാത്രം വളരെ നന്നായി. സ്നേഹബന്ധം, ആട്ടക്കലാശം, ആലവട്ടം, ഓ ഭാവി, കാട്ടിലെ തടി, തേവരുടാന, അസുരവംശം എന്ന് പ്രധാനപ്പെട്ട കുറേ മലയാള ചിത്രങ്ങളിൽ ഇളവരശി അഭിനയിച്ചു. തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് ഗോപാലൻ എന്ന ആളെ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച് ഗർഭിണിയായോട് കൂടിയിട്ട് സിനിമ അഭിനയം നിർത്തുക ചെയ്തത്. കൃഷ്ണപ്രിയ എന്നൊരു മകളും ഉണ്ടായി. സിനിമയിൽ ഒരു ഇടവേള എടുത്തു. ഇളവരശി പിന്നെ സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഭർത്താവും മകളുമായി ചെന്നൈയിൽ നല്ല കുടുംബജീവിതം നയിക്കുന്നു. ഒരുപാട് നടികൾ മലയാളത്തിന് ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വന്ന നടികളൊക്കെയോ ഇവർക്ക് പകരമാകാൻ കഴിഞ്ഞിട്ടുമില്ല. ഇവരൊക്കെ ഒഴിഞ്ഞു പോയ സിംഹാസനം ഇപ്പോൾ അവിടെ ഒഴിഞ്ഞു തന്നെ കിടക്കണം. ഒരു പടത്തിൽ അഭിനയിച്ചാൽ പിന്നെ നടികൾക്ക് അഹങ്കാരമായി, തലക്കനായി, എല്ലാം കൂടി നമുക്ക് മലയാളികൾക്ക് ചോക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇന്നത്തെ മലയാള നടിമാരുടെ അവസ്ഥ. പിന്നെ അപ്പോൾ എങ്ങനെ നമ്മളൊരു നടീനെ ഇതുപോലെ പഴയ നടികളെ പോലെ നമ്മൾ എങ്ങനെ ഓർക്കും? ഇപ്പോഴത്തെ നടികളൊക്കെ 2 or 3 സിനിമയിൽ അഭിനയിച്ച് അല്ലെങ്കിൽ 4-5 സിനിമയിൽ അഭിനയിച്ച് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. പിന്നെ ഒരിക്കലും പിന്നെ ആ ഡയറക്ടർമാർ ഇവരെ വീണ്ടും വീണ്ടും അഭിനയിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പുതിയ നടിമാരെ തേടി പോകണം. അപ്പോൾ വരണവരോ ഇപ്പോൾ ഈ പറയണ ഇളവരശി പോലെയുള്ള ഒരു കഴിവുള്ള ഒരു നടിമാർ വരുന്നുമില്ല. അതുപോലെ തന്നെ ഐശ്വര്യമുള്ള മുഖം കൂടി നമുക്ക് കണ്ടിരിക്കാം. 2-2.5 മണിക്കൂറൊക്കെ സിനിമയുണ്ടെങ്കിൽ ഇവരെന്തായാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഇവരെ കണ്ടിരിക്കേണ്ടത് നമുക്ക്. അങ്ങനെ കണ്ടിരിക്കാനുള്ള ഒരു നല്ലൊരു മുഖശ്രീയുള്ള ഒരു പെൺകുട്ടി പോലും ഇപ്പോൾ സിനിമാ ഫീൽഡിലേക്ക് വരുന്നില്ല. പണ്ടത്തെ നടികളുടെ കാര്യം നമ്മളൊന്ന് ഓരോ നടികളെയും നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കുക. അവരൊക്കെ അഭിനയത്തിനെ കുറിച്ച് പരിശോധിക്കുക, അവരെയൊക്കെ സൗന്ദര്യത്തിനെ കുറിച്ച് പരിശോധിക്കുക. അതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന നടികളൊക്കെ വെറും വേസ്റ്റ്, വെറും കോഞ്ഞാട്ടകളാണ്. ഒരു കാര്യമില്ല. അപ്പോൾ ഇത്ര നമുക്ക് ഇളവരശിനെ കുറിച്ച് പറയാനുള്ളൂ. നല്ലൊരു നർത്തകിയും കൂടിയാണ് ഇളവരശി. ആ ഹിറ്റ്ലർ എന്ന സിനിമയിൽ ഒറ്റ സീനുണ്ട്, സോമം കയറി പിടിക്കുന്നത്. അത് ആ ഭാഗമൊക്കെ എന്ത് മനോഹരമായിട്ട് അഭിനയിച്ചോണെന്നറിയാം. അപ്പോൾ അതിൽ ആ ഒരു ഇതിൽ ഒന്നെന്നെ വിളിക്കാമായിരുന്നില്ലേ, ഞാനപ്പോൾ ഉണർന്നേനെ എന്ന് സോമം പറയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു നല്ലൊരു ഐശ്വര്യമുള്ള മുഖമായിരുന്നു ഇളവരശിയുടെ. അപ്പോൾ എന്തായാലും കുടുംബമായി കുട്ടികളായിട്ടൊക്കെ ജീവിക്കട്ടെ. അവർക്കെല്ലാ നന്മകളും നമ്മൾ നേരുന്നു. നമ്മുടെ മനസ്സിൽ നിന്ന് അവരൊന്നും മുഖം മറഞ്ഞിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.